സംസ്ഥാനത്ത് ഇനി എല്ലാവർക്കും സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിലവിൽ കാസ്പ, കാരുണ്യ, മെഡിസെപ്പ് തുടങ്ങിയ പദ്ധതികളിൽ ഉൾപ്പെടാത്തവർക്കും പുതിയ തീരുമാനത്തിലൂടെ ആനുകൂല്യം ലഭിക്കും. ഒരു വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെയും ആരോഗ്യ പരിരക്ഷയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്ന ഈ ചരിത്രപരമായ തീരുമാനമെടുത്തതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സാന്ത്വന സജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന സജു, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന ഒരു വമ്പൻ പദ്ധതിയാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി അതിന് ചെക്ക് വയ്ക്കാൻ വേണ്ടിയാണോ പുതിയൊരു പദ്ധതിയുമായിട്ട് വരുന്നത്? ഇതെങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സാന്ത്വന? അരുൺ, അത് തന്നെയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വന്നപ്പോൾ പ്രഖ്യാപിച്ച 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിലെ എല്ലാവർക്കും നൽകും എന്നുള്ളത്. അത് ഓരോ കുടുംബങ്ങൾക്കായി നൽകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ നൽകും എന്നുള്ള കാര്യം ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ നിന്ന് മന്ത്രി വീണ ജോർജ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ ക്യാസ്പ് ഉണ്ട്, അതുപോലെ തന്നെ കാരുണ്യ ബെനവലന്റ് ഫണ്ട്, അതുപോലെ തന്നെ ഈ മെഡിസെപ്പ് ഒക്കെയാണ് ഈ ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമായി അത്തരത്തിലുള്ള പല പദ്ധതികളിലൂടെയാണ് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഈ ആരോഗ്യ പരിരക്ഷ ഈ കാര്യങ്ങളുമൊക്കെ തന്നെ ലഭിക്കുന്നത്. ഇതിന് പുറമെയാണ് ഇത്തരത്തിലൊരു എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇപ്പോൾ പത്രക്കുറിപ്പായിട്ട് പുറത്തേക്ക് അറിയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിപ്പോൾ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമല്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പല ഘട്ടങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ കൂടിയാലോചനകളും ഒക്കെ നടത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ക്യാസ്പ് പദ്ധതി പ്രകാരം നോക്കുകയാണെങ്കിൽ അരുൺ, ഏതാണ്ട് 45 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ ഈ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നത്. അതുപോലെ തന്നെ 3 ലക്ഷം രൂപയുടെ താഴെ വരുമാനമുള്ള ആളുകൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് പ്രകാരവും ഇത്തരത്തിൽ ആരോഗ്യ പരിരക്ഷ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൃക്കരോഗം ഉള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി 1 ലക്ഷം രൂപയുടെ സംവിധാനമൊക്കെ തന്നെയും അങ്ങനെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെ ഇതിനൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമ്പൂർണ്ണ പരിരക്ഷ എന്ന രീതിയിൽ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ എന്തായാലും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതല എന്നുകൂടി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരുൺ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തി നിൽക്കുന്ന വേളയിലുള്ള ഒരു പ്രഖ്യാപനമായി കൂടി നമുക്ക് ഇതിനെ കാണാമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ നിലവിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുമില്ല. സാന്ത്വനയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. അപ്പോൾ സമ്പൂർണ്ണ ഇൻഷുറൻസ് കവറേജ് വരുന്നുവെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്.